ഹായ് ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു യാത്ര പോവാണ്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ. പക്ഷേ ഇന്ന് ഒരു വ്യത്യാസമുണ്ട്, കാറിലാണ് പോകുന്നത്. കഴിഞ്ഞ തവണ 2 വീലറിലായിരുന്നു. ഇന്ന് കാറിൽ പോകാൻ കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 പേരൂടെ ഉണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഐശ്വര്യ, എൻ്റെ റൂംമേറ്റ് കൂടിയാണ്. ഇത് ഐശ്വര്യയുടെ മോള് വാസുകി, ഞങ്ങളുടെ സ്വന്തം വസുക്കുട്ടി. ഇനി ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഏകദേശം 6:30 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. ചോറ്റാനിക്കര അമ്പലമാണ് കാണുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ചോറ്റാനിക്കര എത്തിയപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. അത്യാവശ്യം നല്ല മഴയുണ്ട്. കുടയൊക്കെ എടുത്തിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. ഓക്കെ സെറ്റ്. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നതിൻ്റെ കോലമാണ്. നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും നനഞ്ഞത്. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങളിതേ അമ്പലത്തിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ വൻ തിരക്ക്. ക്യൂ നിന്നേ കയറാൻ പറ്റുള്ളൂ. ദീപാരാധന സമയവും സന്ധ്യാസമയവും കൂടെ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ ചോറ്റാനിക്കരയിൽ എപ്പോഴും തിരക്കായിരിക്കുമല്ലോ, അറിയാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇനി കീഴ്ക്കാവിലേക്ക് പോവുകയാണ്. ഫുള്ള് നനഞ്ഞ ഓവച്ചിനാണ്. നനഞ്ഞ് മഴയെന്ന് പറഞ്ഞൊരു രക്ഷയില്ലാത്ത മഴ. അങ്ങനെ കീഴ്ക്കാവി തൊഴുതിട്ട് ഞങ്ങൾ മേൽക്കാവിലേക്ക് ചെന്നപ്പോൾ അവിടെ ശീവേലി ടൈമായിരുന്നു. ഞാൻ ചോറ്റാനിക്കര ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ശീവേലി കണ്ടു തൊഴാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാൻ മാത്രമല്ല, ഐശ്വര്യയും മോളും. ഐശ്വര്യം പറഞ്ഞു അവളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ശീവേലി കാണുന്ന ആദ്യമായിട്ടാണെന്ന് അവളും പറഞ്ഞു. എനിക്കും അതിൽ ഒരുപാട് സന്തോഷമായി, കാരണം ഞാൻ കൊണ്ടുവന്നത് കൊണ്ട് അവർക്കും കാണാൻ പറ്റിയല്ലോ. അപ്പോൾ എൻ്റെ ചോറ്റാനിക്കര യാത്ര നിങ്ങളിലും പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാനും ഹാപ്പിയാണ്. ഇനി ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അത്യാവശ്യം മഴയൊക്കെ തോർന്നു. അമ്പലത്തിനകത്ത് നിന്നപ്പോൾ തന്നെ മഴ തോർന്നു. തിരിച്ചു പോയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ചോറ്റാനിക്കരയിലും അതുപോലെ വടക്കുന്നാഥൻ്റെ അടുത്തുമാണ്. ഇവിടെ രണ്ടിടവും പോകാതെ വേറെ എങ്ങും ഞാൻ പോയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.